പണ്ടേതോ ശാപങ്ങൾ സ്വപ്നത്തിൻ രാഗദേവനും. ഹലോ ഫ്രണ്ട്സ്, റിവ്യൂവിൽ കാണുന്നത് പോലെയുള്ള ഒരു സ്റ്റാറ്റസ് വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം ടു ഇമാജിനേഷൻ സിംപ്ലി എഡിറ്റിംഗ്. ഇതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 2 ആപ്ലിക്കേഷൻസാണ്. ഒന്ന് ക്യാപ്കട്ട്, പിന്നെയുള്ളത് വീഡിയോസ് ആൻഡ് ഇമേജസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പിൻട്രസ്റ്റ് എന്ന ആപ്പും. ഇത് രണ്ടും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യാം. ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ ഫോൾഡറിൽ നമ്മൾ ഇമേജ് സെലക്ട് ചെയ്യുന്നു. ഈ ഇമേജ് ഞാൻ പിൻട്രസ്റ്റ് നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇമേജ് ക്ലിക്ക് ചെയ്ത് അതിനടുത്ത് നമുക്ക് അതിനുശേഷം നമുക്കിനി ആഡ് ചെയ്യാനുള്ളത് അതിൻ്റെ മ്യൂസിക്കാണ്. ആഡ് ഓഡിയോ. അപ്പോൾ അതിന് നമ്മൾ ഓഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതിൽ സൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് കാണും. അതിൽ നിന്ന് നമ്മൾ ഫയൽ ഫോൾഡറിൻ്റെ ഒരു ഐക്കൺ കാണുന്നു, അത് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഡിവൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ സോങ്സും ഇതിനകത്ത് കാണാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സോങ് ഇവിടെ ആഡ് ചെയ്യുന്നു. ഇനി ഈ സോങ്ങിൻ്റെ ആവശ്യമുള്ള പാർട്ട് മാത്രം നമ്മൾ ട്രിം ചെയ്തെടുക്കുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സോങ്ങിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ആവശ്യമില്ലാത്ത മുന്നിലെ ഭാഗം നമ്മൾ ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ അതിൻ്റെ അടുത്ത് കാണാം, അത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ എൻഡ് പാർട്ട് അത് ജസ്റ്റ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് നമ്മൾ മുന്നിലേക്ക് അത് ഫസ്റ്റിലേക്ക് കൊണ്ടുവരണം. അതിനുശേഷം എൻഡ് പാർട്ടിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കളയേണ്ടതുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 51 സെക്കൻഡ് വരെയുള്ളൊരു സോങ്ങാണിത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു, അത് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ആ ഇമേജ്, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആ 51 സെക്കൻഡിന് കണക്റ്റായി നമ്മൾ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യണം. ജസ്റ്റ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഇതുപോലെ നമുക്കവിടെ എൻഡിൽ കൊണ്ടുവെക്കാം. എൻഡിങ്ങിൽ ക്യാപ്കട്ടിൻ്റെ ഒരു ലോഗോ വരുന്നത്, അത് നമ്മൾ ഇതുപോലെ ഡിലീറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഇതിൻ്റെ സോങ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് രണ്ടും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഇമേജസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യണം. അതിന് ആഡ് ഓവർലേ, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അടുത്ത ഇമേജുകളാണ്, അതിന് ഓവർലേ ഇതിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഓവർലേയിൽ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഒരു പിക്ചർ നേരത്തെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിവിടെ ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് ഓവർലേ ആയിട്ട് ജസ്റ്റ് അതിൻ്റെ പൊസിഷനിങ് കറക്റ്റായി വെക്കുക. നമ്മുടെ ഫിംഗർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിതിങ്ങനെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതിൻ്റെ ലെങ്ത്ത് 51 സെക്കൻഡിന് കറക്റ്റായി ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു പ്ലാന്റിൻ്റെ ഇമേജാണ്. സീ പ്ലാന്റ് ആണിത്. അപ്പോൾ അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് പിൻട്രസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ഇതുപോലെ ഫസ്റ്റ് ഇമേജ് 2 പ്ലാന്റാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് നമ്മൾ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് കറക്റ്റ് 51 സെക്കൻഡ് ആക്കി വെക്കുന്നു. ഇനി ഇതിൻ്റെ ഒന്നുകിൽ വീണ്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് നമുക്ക് ഉണ്ടാക്കാം. ഇതിൽ ടൂൾ ബാറിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് ഇവിടെ ജസ്റ്റ് വന്നിട്ടുണ്ട്. അത് നമ്മൾ % ഹോൾഡ് ചെയ്ത് വീണ്ടും ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ഇത് 2 സെറ്റായി കഴിഞ്ഞു. ഇതിന് ഈ പ്ലാന്റുകൾ നമുക്ക് കറക്റ്റായ സ്ഥലത്ത് പ്ലേസ് ചെയ്യണം. അതിന് വീണ്ടും ആ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് താഴോട്ടത് ഡ്രാഗ് ചെയ്യണം. കറക്റ്റ് മാച്ചായ സ്ഥലത്ത് നമ്മളത് പ്ലേസ് ചെയ്യുന്നു. ഈ രണ്ടാമത്തെ പ്ലാന്റ് ചെറിയ സൈസ് ഞാൻ ചെറുതാക്കുന്നുണ്ട്. നെക്സ്റ്റ് ചെയ്യുന്നത് ഈ 2 പ്ലാന്റിനൊരു ആനിമേഷൻ എഫക്റ്റ് കൊടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കീ ഫ്രെയിം എന്നൊരു എഫക്റ്റാണ്. അതിനുവേണ്ടി 2 ഇമേജിൻ്റെയും ഫ്രണ്ടിലും ലാസ്റ്റിലുമായി ഓരോ
കീ ഫ്രെയിം നമുക്ക് ആഡ് ചെയ്യണം. അതിനുശേഷം അതിനൊരു ആനിമേഷൻ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. ഇനി അതിൻ്റെ ക്ലിപ്പിൻ്റെ എൻഡിൽ ചെല്ലുന്നു. ജസ്റ്റ് ആ പ്ലാന്റിൽ ക്ലിക്ക് ചെയ്ത് ചെറിയൊരു റൈറ്റിലേക്ക് ഒരു മൂവ്മെൻറ്റ് നടത്തുക. അപ്പോൾ തന്നെ അവിടെ ഒരു പോയിൻ്റ് ഓട്ടോമാറ്റിക്കായി മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം ഗ്രാഫ് എന്നൊരു ഇഫക്റ്റ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന് ഒരു ആനിമേഷൻ വരുന്നത്. ഇപ്പോൾ ഇതിൽ ഗ്രാഫിൽ ബൗൺസ് 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ പ്ലാന്റ് ലെഫ്റ്റ് റൈറ്റിലോട്ട് ഇങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ 2 ഇഫക്റ്റും രണ്ടാമത്തെ ക്ലിപ്പിലും ഇഫക്റ്റ് നമ്മൾ ബൗൺസ് 3 കൊടുക്കുന്നു. അപ്പോൾ ഓക്കെ, 2 ഇമേജിലും ഈ ബൗൺസ് ഇഫക്റ്റ് കഴിഞ്ഞിരിക്കുന്നു. 2 മൂവ് ചെയ്ത് തുടങ്ങി. അടുത്തതിനൊരു ബബിൾ ഇഫക്റ്റ് ഞാൻ കൊടുക്കാൻ നോക്കുകയാണ്. അതിനു വേണ്ടി ഒരു വീഡിയോ, ബബിളിൻ്റെ ഒരു വീഡിയോ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ബ്ലാക്ക് സ്ക്രീനിലാണ് അതുള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ സ്പ്ലൈസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലാക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ബബിൾസ് മാത്രമായിട്ട് നമുക്ക് കാണാം. ജസ്റ്റ് അത് ആ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് ഞാൻ ആ പ്ലാന്റിൻ്റെ ഇടയിലാണ് ആ ബബിൾസ് പ്ലേസ് ചെയ്യുന്നത്. ബബിൾസ് എന്നുള്ള എഫക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ പിൻട്രസ്റ്റിൽ അതിൽ സെലക്ട് ചെയ്തിട്ട് ബ്ലാക്ക് സ്ക്രീൻ ബബിൾസ് എഫക്റ്റ് എന്നുള്ള സെലക്ട് ചെയ്ത് അതിന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഫയലാണ് ഞാനിത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് അതുപോലെ തന്നെ ഫിഷസ്, മത്സ്യങ്ങളുടെ ഇത് 2 വീഡിയോസ് ഞാൻ ഇതുപോലെ പിൻട്രസ്റ്റിൽ നിന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതും ബ്ലാക്ക് സ്ക്രീനിലുള്ള ഒരു വീഡിയോ ആണ്. അതും ഇതേപോലെ നമ്മൾ ഓവർലേ ഉപയോഗിച്ച് 2 വീഡിയോസും ബബിൾസിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് ഇതുപോലെ തന്നെ സ്പ്ലൈസ് ഉപയോഗിക്കുന്നു, ഫിൽറ്റർ ഉപയോഗിച്ച് ആ ബ്ലാക്ക് റിമൂവ് ചെയ്യുന്നു. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലാതെ ഈ ഫിഷിൻ്റെ ആനിമേഷൻ ചെയ്യാൻ നമ്മൾ ഇതിലുള്ള സ്റ്റിക്കേഴ്സ് എന്നൊരു ഓപ്ഷനിലൂടെ നമുക്ക് ഫിഷസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റിക്കേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അവിടെ സെർച്ച് ബോക്സിൽ ഫിഷ് എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം അതിൽ കാണുന്നൊരു ലൈവ്ലി ഉള്ള ഫിഷസ് ഉണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നത്. ഇതിൽ 2 ഫിഷസ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2 ഫിഷസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനൊരു ആനിമേഷൻ നമ്മൾ വരുത്തുന്നത്, അത് മൂവ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ കീ ഫ്രെയിം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം ആ 2 സ്റ്റിക്കേഴ്സിൻ്റെയും ലെങ്ത്ത് കറക്റ്റായി നമ്മൾ ഒരു ഡ്രാഗ് ചെയ്ത് വെക്കുക, എൻഡിൽ വെക്കുക. അതുപോലെ രണ്ടാമത്തെ ഫിഷിൻ്റെതും ഡ്രാഗ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ കീ ഫ്രെയിം നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ആദ്യം ഫസ്റ്റ് ഇമേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നു. ജസ്റ്റ് അതിൻ്റെ മൂവ്മെൻറ്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല അവിടെ പ്ലേസ് ചെയ്യുക. 2 ഫിഷിൻ്റെയും ഞാൻ 2 സൈഡിലാണ് അതിൻ്റെ കീ ഫ്രെയിം ആഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി 2 എൻഡ് പാർട്ടിൽ ചെന്നിട്ട് ജസ്റ്റ് ആ ഫിഷിനെ മുന്നോട്ട് നമ്മളൊന്ന് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. അതിൻ്റെ മൂവ്മെൻറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കുന്നു. രണ്ടാമത്തെ ഫിഷിനും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി ആ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ മാർക്ക് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ ഫയൽ എക്സ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് എക്സ്പോർട്ട് പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിന് ശേഷം വീണ്ടും ന്യൂ പ്രൊജക്റ്റ്, നേരത്തെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഇതിലേക്ക് വീണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നു. ശേഷം വീഡിയോ എഫക്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിൽ ഡിസ്റ്റോർഷൻ റിപ്പിൾ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്.
ഈ റിപ്പിൾ എഫക്റ്റിൽ ഒരു സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇൻറ്റൻസിറ്റി കുറക്കുക, പിന്നെ ട്വിസ്റ്റ് എന്നുള്ളത് ഒരു 30 എന്നുള്ള റേഞ്ചിൽ കൊണ്ടുവരിക. ടിക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ റിപ്പിൾ എഫക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വീഡിയോ കറക്റ്റായിട്ട് കൊണ്ടുവരിക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നാം എക്സ്പോർട്ട് ചെയ്യുന്നു. എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗാലറിയിൽ നിന്ന് പ്രൊജക്റ്റ് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഇതേ വീഡിയോയിൽ തന്നെ ലിറിക്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിലൂടെ നമുക്കടുത്ത് കാണാം. പണ്ടേതോ ശാപങ്ങൾ സ്വപ്നത്തിൻ കാമുകനേ